താങ്കളിപ്പോൾ തെളിവ് എന്ന് പറയുന്ന ഒരു ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സംവിധായകനാണ് താങ്കൾ. ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു ലോകം വേൾഡ് വൈഡ് ഇറങ്ങിക്കൊണ്ട് നല്ല രീതിയിൽ ഓടിക്കൊണ്ടൊരു ഒരു മൂവി, ആ സിനിമ കണ്ടിരുന്നു? തീർച്ചയായിട്ടും കണ്ടിരുന്നു. ആ ഒരു സിനിമ കണ്ടപ്പോൾ എന്താണ് ആ സിനിമയിൽ തോന്നിയത്? അത് എങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ, അതോടൊപ്പം മോഹൻലാലിൻ്റെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നൊക്കെയുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറക്ടറുടെ ഒരു കഴിവാണ് ആ ഒരു ചിത്രം എന്ന് പറയുന്നത്. അതായത് ലാലേട്ടൻ്റെ ഒത്തിരി ഡയലോഗ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു 100% ഡയലോഗുകൾ മാത്രമായിട്ട് എടുത്താൽ മതി. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ മഹാനായ ഒരു ഡയറക്ടർ ചെയ്തിരിക്കുന്ന ഒരു സാഹസികതമായ, അല്ലെന്നുണ്ടെങ്കിൽ മേക്കിംഗ് ഒക്കെ വേറെ ലെവലാണ്. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രമാണ്. അതുമാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ നവമാധ്യമങ്ങളിൽ വർഗീയതയെക്കുറിച്ച് പറയുന്നുണ്ട്. വർഗീയതയ്ക്കൊന്നും ഒരു പ്രശ്നമേ അല്ല. പഴയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഏതോ ഒന്ന് ഇതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വർഗീയതയായിട്ട് മാറ്റിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വർഗീയതയ്ക്ക് യാതൊരു മൂല്യമില്ല. ഒത്തിരി കൂടുതൽ മീഡിയാസ് പരത്തുന്ന ഒരു വളരെ ചെറിയൊരു പോയിന്റായിട്ട് മാത്രം വർഗീയത ഉൾപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് പ്രേക്ഷകർ, ഈ തിയേറ്ററിൽ വന്ന് കണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒട്ടും തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രമാണ്. OTT-യിലൊന്നും കാണാൻ കാത്തിരിക്കരുത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം.